റോബർട്ട് വാദ്രയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഹാജരായി. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് പ്രിയങ്കയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര ഇഡിക്ക് മുന്നിൽ ഹാജരായത്. അതായത് 11 തവണയാണ് ഇതിനു മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്ത്. നിരവധി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകൾ നിലവിലുണ്ട്. അതിന്മേൽ അന്വേഷണവും തുടരുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും റോബർട്ട് വാദ്രയെ വിളിച്ചു വരുത്തുന്നത്. വയനാട് MP കൂടിയായിട്ടുള്ള പ്രിയങ്കയുടെ ഭർത്താവാണ് റോബർട്ട് വാദ്ര. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ്ടും 12ാമത് തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ റോബർട്ട് വാദ്ര ഹാജരാകുന്നു. ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ. നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇപ്പോൾ റോബർട്ട് വിനോദ് ഹരിയാനയിലെ ഭൂമി ഇടപാടിൽ നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇപ്പോൾ റോബർട്ട് വദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഹാജരായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഇത് 2ാം തവണയാണ് റോബർട്ട് വദ്രയ്ക്ക് നോട്ടീസ് നൽകുന്നത്. ഈ മാസം ഏപ്രിൽ 8-ന് ഹാജരാകണമെന്ന് കാണിച്ച് നേരത്തെ അന്വേഷണ ഏജൻസി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. പിന്നീടാണ് ഇന്ന് ഹാജരാകുവാൻ കാണിച്ചുകൊണ്ട് റോബർട്ട് വദ്രയ്ക്ക് നോട്ടീസ് നൽകിയത്. ഇപ്പോൾ റോബർട്ട് വദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും. ഈ കേസിന്റെ ആസ്പദമായ സംഭവം പരിശോധിക്കുമ്പോൾ 2008-ൽ, അതായത് രാജ്യം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് 2008-ൽ ഹരിയാനയിൽ ഗുഡ്ഗാവ് മേഖലയിൽ ഷിക്കോപൂർ ഗ്രാമത്തിൽ ഏകദേശം 3 ഏക്കറിലധികം ഭൂമി വെറും 7.5 കോടി രൂപയ്ക്ക് റോബർട്ട് വദ്രയുടെ കമ്പനി വാങ്ങുകയായിരുന്നു. റോബർട്ട് വദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിയാണ് 2008-ൽ 3 ഏക്കർ ഭൂമി 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയത്. പിന്നീട് ആ ഭൂമി 58 കോടി രൂപയ്ക്കാണ് റോബർട്ട് വദ്ര വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ, അത് സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 58 കോടി രൂപയ്ക്ക് ആ ഭൂമി വിറ്റു എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഇടപാടിൽ വലിയ രീതിയിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നു. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു. അതിൽ റോബർട്ട് വദ്രയ്ക്കും ഒപ്പം രാഷ്ട്രീയ ബന്ധങ്ങൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. കൂടാതെ ഇത്തരത്തിൽ ഭൂമി ഇടപാടും കള്ളപ്പണ ഇടപാട് കേസുകളിലും മുൻപും റോബർട്ട് വദ്രയ്ക്കെതിരെ അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകിയിരുന്നു. മുൻപ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്, അതായത് പ്രിയങ്കയുടെയും രാഹുലിന്റെയും ഉൾപ്പെടെ പിറകിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ചരടുവലിയിൽ നടത്തിയിരുന്ന റോബർട്ട് വദ്ര നിലവിൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അമേഠിയിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം റോബർട്ട് വദ്ര നടത്തിയിരുന്നു. അടുത്തിടെ തനിക്ക് പാർലമെന്റിലെത്താൻ ആഗ്രഹമുണ്ട് എന്ന പ്രതികരണം നടത്തിയിരുന്നു. അത്തരത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് റോബർട്ട് വദ്ര ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് മുൻപ് അധികാരത്തിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് റോബർട്ട് വദ്ര നടത്തിയിട്ടുള്ള കള്ളപ്പണ ഇടപാടുകളുടെയും അനധികൃത ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും തെളിവുകളും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ മുൻപോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴേതായാലും റോബർട്ട് വദ്ര അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരായിരിക്കുകയാണ്. തീർച്ചയായും റോബർട്ട് വദ്ര നടത്തിയിട്ടുള്ള ഇടപാടുകൾക്ക് കോൺഗ്രസിനോ പ്രിയങ്കയ്ക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇതുവരെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇല്ല എങ്കിൽ പോലും കോൺഗ്രസുമായി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അധികാരത്തിന്റെ ബലത്തിലാണ് റോബർട്ട് വദ്രയുടെ കമ്പനിയുടെയും പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. ഇത് 2008-ൽ UPA ഭരണമുണ്ടായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടിൽ അതിൽ നടന്നിട്ടുള്ള കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റോബർട്ട് വദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ചോദ്യം ചെയ്യാൻ ഹാജരായിട്ടുള്ളത്. വിനോദ്, റോബർട്ട് വദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ കള്ളപ്പണ ഇടപാട് കേസിൽ, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാവുകയാണ്. ഇത് 12ാമത് തവണയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.